വിശദാംശങ്ങളിലേക്ക്. പൂക്കോട് വെറ്റിനറി സർവകലാശാല VC ഡോക്ടർ PC ശശീന്ദ്രൻ രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളാണെന്നാണ് വിശദീകരണം. മെഗ്നയുണ്ട് വിശദാംശങ്ങളുമായി. മെഗ്ന, എന്തൊക്കെയാണ് വിവരങ്ങൾ? അദ്ദേഹം രാജിക്കത്ത് ഗവർണർക്ക് കൈമാറിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു വിവരങ്ങൾ? ഭദ്ര, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വിഷയങ്ങളും നടപടികളും ഒക്കെയാണ് ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ VC ആയിട്ടുള്ള ഡോക്ടർ PC ശശീന്ദ്രൻ ഗവർണർക്ക് സർവകലാശാല ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്ക് രാജിക്കത്ത് നൽകി എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായും ഈ സംഭവം സിദ്ധാർത്ഥന്റെ മരണം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന VCയെ ഗവർണർ മുന്നേ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതായത് ഗുരുതര വീഴ്ച ആരോപിച്ചുകൊണ്ട് ഗവർണർ ഈ VCയെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പുതിയ VC ആയി ഡോക്ടർ PC ശശീന്ദ്രൻ വരുന്നത്. വെറ്റിനറി സർവകലാശാലയിലെ മുൻ അധ്യാപകൻ കൂടിയാണ് ഇപ്പോൾ പുതിയ VC ആയിട്ടുള്ള ശശീന്ദ്രൻ. ഇപ്പോൾ ഗവർണർക്ക് രാജിക്കത്ത് നൽകിയെന്ന് രാജ്ഭവൻ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും വൈസ് ചാൻസലർ ആയിട്ടുള്ള ഈ വ്യക്തി പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാൽ രാജിവെക്കുന്നു എന്നുള്ളതാണ്. മറ്റ് വിശദീകരണങ്ങൾ ലഭിച്ചിട്ടില്ല. ഒരാഴ്ച മുന്നേ രാജിക്കത്ത് കൊടുത്തിരുന്നു. പക്ഷേ ഈ ഒരു ഗവർണറുടെയോ അല്ലെങ്കിൽ രാജ്ഭവന്റെയോ വൈസ് ചാൻസലറുടെയോ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കൗതുകരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഈ പഴയ VC രാജിവെച്ച് പുതിയ VC നിയമിതനായി ഒരു മാസം പോലും ഈ VC കസേരയിൽ ഇരുന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ രാജ്ഭവൻ ഈ വൈസ് ചാൻസലറുടെ രാജിക്കത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ CBI വൈദ്യുതി പോലീസാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് കുടുംബത്തിന്റെയും മറ്റും ആവശ്യപ്രകാരം CBIക്ക് കേസ് വിട്ടുകൊണ്ട് ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ ഈ മാസം 9 തന്നെ കൊടുത്തതാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വൈകുന്നെന്നുള്ള പരാതി വലിയ രീതിയിലുണ്ട്. മാത്രമല്ല, ഇന്നലെയാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ ഒരു റിപ്പോർട്ട് സർവകലാശാലയിൽ നിന്ന് പുറത്തു വരുന്നത്. ഒരു മാസത്തിലധികമായി സിദ്ധാർത്ഥൻ ക്യാമ്പസിനുള്ളിൽ ക്രൂരമായി റാഗിങ്ങിന് വിധേയനായിരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. മാത്രമല്ല, സിദ്ധാർത്ഥന്റെ അച്ഛൻ ഇന്ന് കേന്ദ്രമന്ത്രിയെയും ഗവർണറെയും പോയി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെയാണോ ഒരു രാജിയിലേക്ക് നയിച്ചത് എന്ന് വിശദീകരിക്കേണ്ടത് വൈസ് ചാൻസലർ തന്നെയാണ്. പക്ഷെ വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഇത് ഉണ്ടായിട്ടില്ല. എന്തായാലും രാജ്ഭവൻ ഈ രാജിക്കത്ത് അവിടെ ലഭിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഭദ്ര. പൂക്കോട് വെറ്റിനറി സർവകലാശാല VC ഡോക്ടർ PC ശശീന്ദ്രൻ രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളാണ് രാജിക്ക് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിശദീകരണം. എന്തായാലും രാജിക്കത്ത് ഗവർണർ സ്വീകരിച്ചിരിക്കുന്നു. മേഘ്നയാണ് വിശദാംശങ്ങൾ നൽകിയത്.